നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇക്കഴിഞ്ഞ ജൂലൈ 24-ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിൽ ഒരു സെൻട്രൽ ജയിൽ പണിയുമെന്നും അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലുകളിൽ അമിതമായ തിരക്കാണെന്നും ഇന്നത്തെ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും ആണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ വീണയുടെ കണക്ക് പുസ്തകം. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ വാർത്ത ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്യൂന ഇത് ഏറ്റെടുക്കുന്നില്ല എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 22-ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കണ്ടു. അത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. പണ്ട് നിയമസഭയിൽ വച്ചും അദ്ദേഹം ഇത് പറയുകയുണ്ടായി. ഇത്രയും നാൾ നമ്മൾ വാർത്തയായി കേട്ടുകൊണ്ടിരുന്ന ഈ സത്യങ്ങൾ ഇന്ന് ED തന്നെ പത്രക്കുറിപ്പായി നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. എന്നിട്ടും പിണറായി വിജയന് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് ED ഇങ്ങനൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടേ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ തന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനൊരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹം EDയുടെ വെബ്സൈറ്റ് കാണുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. EDയുടെ വെബ്സൈറ്റിൽ പോയാൽ മീഡിയ എന്ന ഭാഗത്ത് ഈ വിശേഷങ്ങൾ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വളരെ കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംശയം വളരെ വിചിത്രമാണ്. എന്തുകൊണ്ട് എൻ്റെ പേര് പറയുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ അങ്ങയുടെ പേരല്ലേ പറയാൻ പറ്റൂ? കാരണം വീണയ്ക്ക് മാസപ്പടി കൊടുക്കുന്നത് ചുമ്മാതെയല്ലല്ലോ. അതിൻ്റെ പിന്നിലുള്ള ബന്ധം താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതാണല്ലോ. അല്ലാതെ ഒരു കടലാസ് കമ്പനി നടത്തുന്ന വീണയ്ക്ക് എങ്ങനെ CMRൽ പൈസ കൊടുക്കും? എന്നു മാത്രവുമല്ല, അങ്ങയുടെ മകൾ താമസിക്കുന്നത് അങ്ങയുടെ വീട്ടിൽ തന്നെയല്ലേ? വീണ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക തിരിമറികളെല്ലാം തന്നെ ഒരു ബുക്കിൽ ഭദ്രമായി കുറിച്ചു വച്ചിരുന്നുവെന്നും അത് ED കണ്ടെടുത്തു എന്നും ആണ് ഓഗസ്റ്റ് 19-ാം തീയതി അവർ പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ പറയുന്നത്. വീണ നടത്തിയ വിദേശ പണ ഇടപാടുകളും ഹവാല ഇടപാടുകളും എല്ലാം ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം വളരെ വിചിത്രമാണ്. മകളുടെ ഡയറി പ്രകാരം ഹവാലയായി സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് വെറും 20 കോടി രൂപയല്ലേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്താ 20 കോടി ഒരു തുകയല്ലേ? ഇവിടെ എന്താണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? ഇതുപോലെ 20,000 കോടി താൻ കടത്തിയിട്ടുണ്ടെന്നാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്? അങ്ങനെ സംശയിക്കാൻ നമുക്കൊരു കാരണവുമുണ്ടല്ലോ. പണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ ശേഷം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീയെ കയറ്റിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. അതായത് ദൈവത്തിൻ്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും തിരിമറി നടത്താൻ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണോ ഇതിൻ്റെ സാരം? EDയുടെ പത്രക്കുറിപ്പ് കാണാത്തവർക്കായി ഈ വീഡിയോയിൽ അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാന ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് EDയുടെ പത്രക്കുറിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത്യാവശ്യം പറയേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷേ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയണമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആദ്യം ക്ലിഫ് ഹൗസിൽ നിന്ന് തുടങ്ങാം. ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതും കോവിഡിൻ്റെ സമയത്ത് ആണ് ശ്രീ മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടന്നത്. 2020 ജൂൺ 15-ാം തീയതിയായിരുന്നു ആ വിവാഹം. 2020 മാർച്ച് 25-ാം തീയതിയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കോവിഡ് പ്രോട്ടോക്കോളുകൾ അനുസരിച്ചുള്ള ഒരു ചെറിയ ചടങ്ങായിരുന്നു. ക്ലിഫ് ഹൗസിൽ നടന്ന രണ്ടാമത്തെ വിവാഹമാണിത്. ആദ്യത്തേത് നമ്മുടെ അന്നത്തെ ട്രാവൻകൂർ കൊച്ചിൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനപ്പള്ളി ഗോവിന്ദമേനോൻ്റെ മകൾ ശ്രീമതി സുമതിയുടെയും വിവാഹമായിരുന്നു അത് നടന്നത് 1955 ഡിസംബർ മാസം 13-ാം തീയതി. ഇത് കൂടാതെ മറ്റൊരു മാരേജ് റിസപ്ഷൻ ക്ലിഫ് ഹൗസിൽ നടന്നിട്ടുണ്ട്. അത് 2015 മെയ് മാസം 25-ാം തീയതി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ ശ്രീമതി മറിയയുടെ കല്യാണം പാളയം പള്ളിയിലും റിസപ്ഷൻ ക്ലിഫ് ഹൗസിലും ആയിരുന്നു. കേരളീയ വാസ്തുവിദ്യാപ്രകാരം നിർമ്മിച്ച നല്ലൊരു വാസസ്ഥലമായിട്ടാണ് ക്ലിഫ് ഹൗസിനെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം അവിടെ താമസിച്ചിരുന്ന കാലം വീണയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത്. വീണയുടെ കേസിൻ്റെ തുടക്കം 2023-ലാണല്ലോ. SFIO എന്നറിയപ്പെടുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്
2025 ഏപ്രിൽ മാസം 3-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ന് വീണ കുറ്റാരോപിതയായി നിൽക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർക്കായി ചില ഡേറ്റുകൾ പറയാം. 2019 ജനുവരി മാസം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് CMRന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയുണ്ടായി. ഏകദേശം 182 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറികൾ CMRൽ നടന്നു എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. 2023 ഇൻകം ടാക്സ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡാണ് എക്സാലോജിക് എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് 2,78,00,000 രൂപ 2017-2021 കാലഘട്ടത്തിൽ കൈമാറി എന്ന് കണ്ടുപിടിച്ചത്. എക്സാലോജിക് ശ്രീമതി വീണയുടെ ഒരു പേപ്പർ കമ്പനിയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. മാസം 8 ലക്ഷം രൂപ വെച്ചാണ് മാസപ്പടിയായി CMRൽ വീണയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. വീണയുടെ കമ്പനി ഒരിക്കലും കൊടുത്തിട്ടില്ലാത്ത സർവീസിന് വേണ്ടി മാസം 3 ലക്ഷം രൂപയും പിന്നെ ഒരു 5 ലക്ഷം രൂപ വീണയ്ക്കുള്ള കൺസൾട്ടൻസി ഫീസും, അങ്ങനെ മൊത്തം 8 ലക്ഷം രൂപ. ഇതുകൂടാതെ ഒരു 50 ലക്ഷം രൂപ വേറെയും വീണയ്ക്ക് CMRൽ കൊടുത്തിട്ടുണ്ട്. 2024 ജനുവരി മാസം SFIO കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഈ കള്ളത്തരങ്ങളിലെല്ലാം വളരെ വിശദമായി പുറത്തു വന്നു തുടങ്ങിയത്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി നമ്മൾ സംസാരിക്കുന്ന വിഷയമായതിനാൽ ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലിഫ് ഹൗസിനെ കുറിച്ചാണ്. ക്ലിഫ് ഹൗസിൽ നിന്ന് കെട്ടിപ്പിറക്കി ശ്രീ പിണറായി വിജയനും കുടുംബവും ബേക്കറി ജംഗ്ഷനിലുള്ള പഴയ വത്സല ഹോസ്പിറ്റലിലേക്ക് ചേക്കേറുമ്പോൾ ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണില്ല. ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന് അലോട്ട് ചെയ്ത ആ സർക്കാർ മന്ദിരത്തിലേക്കാണ് പോയിരുന്നതെങ്കിൽ ഇന്ന് വീണ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രിയുടെ പ്രോട്ടോകോൾ ഉള്ള മനുഷ്യനാണ്. ഒരു സ്വകാര്യ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ലാഘവത്തോടെ ഒരു പക്ഷേ ഇഡിക്ക് ഒരു മന്ത്രി മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒരുപക്ഷെ ക്ലിഫ് ഹൗസിൽ വെച്ച് വീണയ്ക്ക് കിട്ടിയ അതേ പ്രതിരോധ ശേഷി ഇവിടെയും കിട്ടുമായിരുന്നു. കിട്ടിയ അവസരം ഇഡി വളരെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. ഇത് പറയാൻ കാരണം ഇഡി പറയുന്ന വീണയുടെ ഡയറി അവർക്ക് കിട്ടിയത് ഇവരുടെ പുതിയ താമസ സ്ഥലമായ വത്സല ഹോസ്പിറ്റലിൽ നിന്നുമാണ്. ക്ലിഫ് ഹൗസിൽ നിന്ന് വാരിക്കെട്ടിക്കൊണ്ടുവന്ന സാധനങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാറ്റേണ്ടത് മാറ്റാനുള്ള സാവകാശം ഇവർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള മുൻകരുതലും എടുക്കാൻ വീണയ്ക്ക് കഴിഞ്ഞതുമില്ല. വീണയുടെ കൈപ്പടയിൽ എഴുതി എന്ന് അവകാശപ്പെടുന്ന ഡയറി അവരുടെ കയ്യിൽ കിട്ടുകയും ഈ കേസിന്റെ ഗതി തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ പരിതസ്ഥിതിയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. റെയ്ഡിന് എത്തിയ ഇഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, അവരുടെ വണ്ടി അടിച്ചു തകർത്തു, അവരെ പ്രകോപിപ്പിച്ചിട്ടാണ് തിരിച്ചയച്ചത്. അതിൻ്റെ പ്രത്യാഘാതവും തീർച്ചയായും ഇനിയുള്ള അന്വേഷണത്തിലുണ്ടാവും. ശ്രീ പിണറായി വിജയൻ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ താമസിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത കണ്ടോൺമെന്റ് ഹൗസും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ഓഫീസായി പ്രവർത്തിക്കുമെന്നാണ് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്. സഹാബ് ഇനിയും ധൂർത്ത് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ശബരിമല അയ്യപ്പനെ തൊട്ടതു മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ് ശ്രീ പിണറായി വിജയൻ്റേത്. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി അദ്ദേഹത്തിൻ്റെ പാപഭാരം മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചതും നടക്കാതെ പോയി. അതിൽ ചെന്ന് തലവച്ചു കൊടുത്ത വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇപ്പോൾ പുലുവാല് പിടിച്ച അവസ്ഥയിലുമായി. വെള്ളാപ്പള്ളിയെ പിണറായി വിജയന് തള്ളിപ്പറയേണ്ടി വന്നു. സുകുമാരൻ നായരുടെ കാര്യമാണ് ബഹുകേമം. ഇത്രയും നാൾ അയാൾ വെള്ളം കോരിയതും വിറക് വെട്ടിയതും കോൺഗ്രസിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞത് കോൺഗ്രസിന് സഹിക്കാൻ പറ്റാത്ത ഒരു ആഘാതമായി പോയി. എന്തോ താൽക്കാലിക ലാഭം പിണറായിയെ കൊണ്ട് സാധിച്ചെടുക്കാം എന്നതായിരുന്നു സുകുമാരൻ നായരുടെ ഉദ്ദേശം. അതിനിടയിലാണ് ഭാരതത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ വരുന്നതും പെരുന്നയിലെ മന്നസ്മൃതിയിൽ പോകാനുള്ള അനുമതി നിഷേധിക്കുന്നതും. ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വൈസ് പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ മാസം ആചാര്യൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം നായന്മാരുടെ കൂട്ടായ്മ ഉണ്ടാകാൻ ഇതൊരു ഹേതുവായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകൾ നായരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരം ആകില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ്റെ വാസസ്ഥലവും അതിൻ്റെ വാസ്തുദോഷവുമാണ്. കേരളത്തിലെ ഭരണം പോയതോടുകൂടി കേന്ദ്രത്തിലെ BJP സർക്കാരും ശ്രീ പിണറായി വിജയനെ കൈവിട്ട അവസ്ഥയിലാണ്. ഇനി മിക്കവാറും മോളോടും മരുമോനോടും ഒപ്പം അപ്പനും അകത്തുപോയി കിടക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാകണം ശ്രീ രമേശ് ചെന്നിത്തല കേന്ദ്ര സഹായം തേടി നെട്ടുകാൽ തേരിയിൽ
എന്ന മനോഹരമായ സ്ഥലത്ത് വിശാലമായ ജയിൽ പണിയുന്നത്. കളി സാക്ഷാൽ ശബരിമല ശ്രീ ശാസ്താവിനോടായതിനാൽ ഇതൊന്നും യാദൃശ്ചികമാണ് എന്ന് തോന്നാൻ കഴിയുന്നില്ല. കലികാലമല്ലേ, ചെയ്യുന്നതിനൊക്കെ അപ്പപ്പോൾ തിരിച്ചു കിട്ടിയല്ലേ മതിയാകൂ. സ്വാമിയേ ശരണമയ്യപ്പ.